അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്മാഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾ. ആ നാമങ്ങളെക്കുറിച്ച് വളരെ ഹ്രസ്വമായ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പൊരുളുകളും അവകളുടെ അർത്ഥതലങ്ങളും സാധാരണക്കാരായ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളിലും ഒരുപാട് രഹസ്യ പൊരുളുകളുണ്ട്. ആത്മീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്ന ജ്ഞാനപ്പൊരുളുകളിൽപ്പെട്ടതാണത്. അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അത്തരം വിജ്ഞാനത്തിൻ്റെ മേഖലകൾ അവൻ നമുക്ക് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ ഷരീഫിൽ അള്ളാഹു പറയുന്നു, ആറാഫ് സൂറത്തിലെ 180 ആയത്തിൽ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അഥവാ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ അനേകം നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. അതുപോലെ ഇസ്രാ സൂറത്തിലെ 110 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഉദ്ഉല്ലാഹ അവിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് നാമം കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചാലും തരക്കേടില്ല. ഉത്തമ നാമങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി തുസ്സത്തൻ വതുസ്സീന ഇസ്മൻ മിഅത്തുൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. നിശ്ചയം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 നിന്ന് ഒന്നൊഴികെ. ആ 99 നാമങ്ങളെ ആരെങ്കിലും ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. മറ്റൊരു ഹദീസിൽ മൻ ഹഫിളഹ എന്നാണുള്ളത്, അഥവാ ആ 99 നാമങ്ങളെ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നർത്ഥം. തുടർന്ന് ഹദീസിൽ യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം എന്ന് തുടങ്ങി യാ റഷീദ് യാ സബൂർ എന്ന് അവസാനിക്കുന്ന 99 ദിവ്യനാമങ്ങൾ പറയുന്നുണ്ട്. ആ നാമങ്ങളുടെ അർത്ഥതലങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഈ 99 മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരുപാട് ഇസ്മുകൾ അള്ളാഹുവിനുണ്ട്. 5 ലക്ഷം വരെ നാമങ്ങൾ അള്ളാഹുവിനുണ്ടെന്നും അവൻ്റെ നാമങ്ങൾക്ക് കണക്കില്ല എന്നും മഹത്തുക്കളായ ഇമാമികൾ രേഖപ്പെടുത്തിയതായി കാണാം. തഫ്സീർ റൂഹുൽ ബയാനിൽ ഷെയ്ഖ് ഇസ്മായിൽ ഹഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, വലാ യظن അന്ന അസ്മാഅല്ലാഹി തആല മുൻഹസറത്തുൻ ഫി ഹാദൽ മിഖ്ദാർ ബൽ ഹിയ അഷ്ഹറുൽ അസ്മാ, അഥവാ അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾ 99 എന്ന എണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് നീ കരുതേണ്ട. മറിച്ച് ഈ 99 നാമങ്ങൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മുകളാണെന്ന് മാത്രം. അതിൽ അള്ളാഹു എന്ന ഇസ്മ അത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഇസ്മാണ്, നാമമാണ്. ബാക്കിയുള്ളതെല്ലാം അവൻ്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ്. ആ ഓരോ നാമങ്ങളിലും അടിമകളായ നമുക്ക് മാതൃകകളും ബാധ്യതകളുമുണ്ട്. ഹദീസിൽ കാണാം, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങൾ എടുത്തണിയുക എന്ന്. അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതിൻ്റെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തരീഖത്തിൻ്റെ മശായിഖ്മാർ അസ്മാഉൽ ഹുസ്നക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. അവരുടെ മുരീദുകളോട് അസ്മാഉൽ ഹുസ്നയുടെ വിവിധങ്ങളായ റിയാദകൾ അഥവാ പരിശീലന മുറകൾ അവർ നിർദ്ദേശിക്കാറുണ്ട്. ആ റിയാദകൾ അവരുടെ ആത്മീയയാത്രയിൽ അത്ഭുതങ്ങളായ മാറ്റങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. ഷെയ്ഖുമാരുടെ നിർദ്ദേശപ്രകാരം ഓരോ ഇസ്മുകൾ ചൊല്ലുമ്പോഴും വ്യത്യസ്ത അനുഭവങ്ങൾ അവർക്ക് സംജാതമാവാറുമുണ്ട്. സ്വന്തം പേരിൻ്റെ അദദും അഥവാ എണ്ണവും ആ എണ്ണത്തിലുള്ള അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള ഇസ്മം എടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചേർത്ത് ചില ഷെയ്ഖുമാർ മുരീദുകളോട് ചൊല്ലാൻ നിർദ്ദേശിക്കാറുണ്ട്. അവരുടെ അമ്മാറത്തുൻ നഫ്സ് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് അത്. അതുപോലെ ഒരുപാട് ഫലങ്ങളുള്ളതാണ് അസ്മാഉൽ ഹുസ്ന. അതിൽ ജലാലിയത്തിൻ്റെ അഥവാ ഗാംഭീര്യത്തിൻ്റെ ഇസ്മും ജമാലിയത്തിൻ്റെ അഥവാ സൗന്ദര്യത്തിൻ്റെ ഇസ്മും, ഇങ്ങനെ 2 തരം ഇസ്മുകളുണ്ട്. ഓരോ ഇസ്മിനും അദദുകൾ, എണ്ണങ്ങളുമുണ്ട്. ഓരോ ഇസ്മുകൾക്കും പ്രത്യേകം ഫലങ്ങളുമുണ്ട്. പക്ഷേ ആ ഫലങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ഒരു യഥാർത്ഥ ഷെയ്ഖിൻ്റെ നിർദ്ദേശത്തിലായി അവകൾ ചൊല്ലേണ്ടതുമുണ്ട്.
സത്യത്തിൽ അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾക്ക് വിശദീകരണം നൽകുന്നതിന് സാധാരണക്കാരായ നമ്മുടെ അറിവിന് ധാരാളം പരിമിതികളുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വവും പ്രതാപവും കഴിവും എത്രത്തോളമാണുള്ളതെന്ന് തിട്ടപ്പെടുത്തുവാൻ എത്ര വലിയ പണ്ഡിതനും ബുദ്ധിമാനും കഴിയില്ല. അവൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സമ്പൂർണ്ണമായി ആർക്കും അറിയുകയുമില്ല. അവൻ അർഹമാം വിധം പുകഴ്ത്താൻ ഒരു കവിയുടെ വാക്കുകളും മതിയാവുകയുമില്ല. അള്ളാഹു അവനെ പുകഴ്ത്താൻ ഉപയോഗിച്ച വാക്കുകൾ കൊണ്ട് മാത്രമേ അവനെ പുകഴ്ത്താൻ സൃഷ്ടികളായി നമുക്ക് കഴിയുകയുള്ളൂ. അള്ളാഹു തആല പറയുന്നു, ഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ വിജ്ഞാനങ്ങൾക്കും മീതെ ജ്ഞാനമുള്ളവനുണ്ട്, ജ്ഞാനിയുണ്ട്. ഏറ്റവും വലിയ ജ്ഞാനി അത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ട് അവനെ വിളിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക. ആ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിമഹത്തായ ആ ദിവ്യനാമങ്ങളെ, ദിവ്യഗുണങ്ങളെക്കുറിച്ച് അന്വേഷണവും പഠനവും നടത്താൻ ദുർബലനായ മനുഷ്യന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ നാമങ്ങളെക്കുറിച്ച് അറിയുന്ന ചില വിശദീകരണങ്ങൾ നൽകാനാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തന്നെ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.